ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീതൂസ് ടിപ്സ് ആൻഡ് കറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നിപ്പോ വൈകിട്ട് 7 മണിയൊക്കെ ആയിട്ട് ആ സമയം. അപ്പൊ ഞാൻ വിചാരിച്ചു വൈകിട്ട് ഡിന്നറിന് കറി എന്താ വെക്കാന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോ ക്യാരറ്റ് മെഴുക്കുവരട്ടി വെക്കാന്ന് വിചാരിച്ചു. ക്യാരറ്റ് മെഴുക്കുവരട്ടി വെക്കുന്ന കാര്യം ചിന്തിച്ചപ്പോഴാണ് ഓർത്തത് അത് നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ ഇതുവരെ ആ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ എന്താന്ന് ചോദിച്ചാല് ക്യാരറ്റ് മെഴുക്കുവരട്ടിക്ക് ചെറിയൊരു മധുരം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ വലിയവർക്ക് ഈ മധുരം ഒന്നും അത്ര ഇഷ്ടപ്പെടത്തില്ല. കുട്ടികൾക്ക് കുഴപ്പമില്ല, പക്ഷെ നമ്മളെ പോലെ വലിയ ആൾക്കാർക്ക് ഈ മധുരം ഉള്ളപ്പം ഈ കറി ചോറിന് നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാരറ്റ് അധികം കറികളിൽ ഉൾപ്പെടുത്താറില്ലല്ലോ. സാധാരണ അവിയലിലോ സാമ്പാറിലോ ഒക്കെ ചേർക്കുന്നല്ലാതെ ക്യാരറ്റ് പ്രത്യേകിച്ച് തനിയെ ഒരു കറി അല്ലെങ്കിൽ ഒരു തോരനൊക്കെ വെക്കാറുള്ളൂ. അപ്പൊ ക്യാരറ്റ് മെഴുക്കുവരട്ടി വെക്കുമ്പോൾ ഈ ഇതിന്റെ മധുരമൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കുറയ്ക്കുകയല്ല, അതിന്റെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ്, വേറെ 2-3 ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു സീക്രട്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ, അഥവാ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ. ഈ ക്യാരറ്റ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു സവോള വേണം. ഞാനിപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ക്യാരറ്റ് എളുപ്പത്തിൽ കട്ട് ചെയ്യാനൊരു വഴി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ക്യാരറ്റിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ നീളത്തിലാണല്ലോ മെഴുക്ക് പുരട്ടിക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നീളത്തിൽ നമ്മൾ ക്യാരറ്റ് ഇതുപോലെ മുറിച്ചിടുക. ഓക്കെ, എന്നിട്ട് ഇതുപോലെ സ്കിന്നും കളയുക. ഇതുപോലെ തൊലി കളഞ്ഞിട്ട് നമുക്ക് മുഴുവനായിട്ട് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ മുഴുവൻ 2 ക്യാരറ്റും ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ട് വരാമേ. അപ്പോൾ ക്യാരറ്റ് ഞാനിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ക്യാരറ്റും സവോളയും കൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാമേ. അപ്പോൾ ഞാൻ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിത് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ ക്യാരറ്റ് എടുക്കുക. നമുക്ക് ചെറുതായിട്ട് കനം കുറച്ചിട്ട് വേണം നമുക്കത് അരിഞ്ഞെടുക്കാൻ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്തുണ്ടല്ലോ, ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക. കനം കുറച്ച് അരിയുക. അപ്പോഴാണ് നമ്മുടെ ക്യാരറ്റ് മെഴുക്കുവരട്ടി കൂടുതൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം എല്ലാം ഒരു വലുപ്പം വേണമെന്നില്ല, കനം കുറഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ള ക്യാരറ്റും കൂടെ ഞാൻ അരിഞ്ഞെടുത്തിട്ട് വരാമേ. അപ്പം ഞാൻ ക്യാരറ്റ് എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിയേണ്ടത് നമ്മുടെ സവോളയാണ്. ഒരു സവോള, അതും കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ സവോള അരിയുമ്പോൾ നമ്മൾ കനം കുറച്ച് നീളത്തിൽ അരിയുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അരിയുമ്പോൾ നമ്മൾ ആ മുകളിലത്തെ ഭാഗം ഒന്ന് കണ്ടിച്ച് കളയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് സ്ലൈസ് ആയിട്ട് കിട്ടും. നമ്മുടെ സവോള ഇപ്പം അരിഞ്ഞെടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത്, സവോള ഒരു മീഡിയം സൈസ് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക് നീളത്തിൽ കീറിയതുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വറ്റൽമുളക് ആയാലും ഉപയോഗിക്കാം കേട്ടോ. വറ്റൽമുളകിൻ്റെ ഫ്ലേക്സ് ഇതുണ്ടല്ലോ, ചില്ലി ഫ്ലേക്സ്, അതോ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഉപ്പുണ്ട്, കറിവേപ്പിലയുണ്ട്, കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി വേണം കേട്ടോ.
പിന്നെ സവോളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി താല്പര്യമുള്ളവർക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി സവോളയും രണ്ടും മിക്സ് ചെയ്ത് ചേർക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെയൊക്കെ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. പിന്നെ നമുക്കിതൊന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ക്യാരറ്റ് മെഴുക്കുവരട്ടി ഏത് മെഴുക്ക് പുരട്ടി ആണെങ്കിലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലയും കൂടെ ഒന്ന് സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ചെറിയ ഉള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി, നല്ല ബ്രൗൺ കളറൊന്നും ആകണ്ട. ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോള ഇത്രയും വഴന്നാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരുന്ന കുറച്ച് പൊടികളുണ്ട്, അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണുള്ള ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വീട്ടിലിത് പൊടിച്ചെടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം കേട്ടോ. തീ എപ്പോഴും ലോ ഫ്ലെയിമിലേക്ക് ഇടുക പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. നമ്മുടെ പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് മസാലകളും സവോളയും ക്യാരറ്റും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ക്യാരറ്റിലേക്ക് ഒത്തിരി ഉപ്പായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് വല്ലാണ്ട് മാറിപ്പോവും. ഇപ്പം നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ വെന്ത് കഴിയുമ്പോൾ നോക്കിയിട്ട് വേണേൽ കുറച്ച് ഒരു നുള്ളി ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ ക്യാരറ്റ് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഇതിനകത്തേക്ക് വെള്ളമൊന്നും നമുക്ക് ചേർത്ത് കൊടുക്കണ്ട. നമുക്ക് ഇതിന് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് മൂടി വെച്ചൊരു 5 മിനിറ്റ് മതിയാവും ഇത് കുക്കാവാൻ. പക്ഷെ ഇടയ്ക്ക് നമ്മൾ 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അത് അല്ലെങ്കിൽ തന്നെ നല്ല സ്പൈസിയാണ്. കുരുമുളക് പൊടിയും പച്ചമുളകും ഒക്കെ ചെല്ലുമ്പോഴത്തേനും ഒരുവിധം നല്ല സ്പൈസിയാണ് കേട്ടോ. അപ്പം ഇനിയും ഒത്തിരി സ്പൈസി ആയി നമ്മുടെ കുട്ടികൾക്കൊന്നും ഇത് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് എരിവ് ഒത്തിരി ഇഷ്ടമുള്ളവരൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റ് മെഴുക്ക് പുരട്ടി ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാനൊരു 1/2 ടീസ്പൂണുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് മെഴുക്ക് പുരട്ടി ആയാലും നമ്മൾ അതിലേക്ക് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വെച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കാമെങ്കിൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ക്യാരറ്റ് മെഴുക്ക് പുരട്ടി നല്ല ഏത് മെഴുക്ക് പുരട്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും കേട്ടോ. നമുക്ക് ഇളക്കിയിട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം.
ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിതൊന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഒരല്പം ഉപ്പ് കുറവാണ്, ഒരല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ നമ്മുടെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാകത്തിന് ഉള്ള എരിവൊക്കെ ഉള്ളൂ കേട്ടോ, അധികം എരിവോ ഒന്നുമില്ല. അപ്പം ക്യാരറ്റിൻ്റെ ആ ഒരു മധുരം ഉണ്ടല്ലോ, അത് ഒത്തിരി വ്യത്യാസം വരും. നമുക്ക് ആ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടിയുടെയും ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ, ഗരം മസാലയുടെ ഒക്കെ ടേസ്റ്റ് വരുമ്പോഴത്തേനും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളിയാണേ. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് മെഴുക്ക് വരട്ടി ഇതാ ഞാനൊരു സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് ഇതാ മാറ്റിയിട്ടുണ്ട്. നോക്കി എത്ര അടിപൊളിയായിട്ടായിരിക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നല്ല കുരുമുളകിൻ്റെയും ഗരം മസാലയുടെയും ഒക്കെ ഒരു ഫ്ലേവറും കൂടെ, അതിൻ്റെ കൂടെ മധുരവും ഒക്കെ കൂടി കുടുംബത്തിന് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.